കേരളത്തിൽ മുൻതൂക്കം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തന്നെയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. 2019 പോലെ തന്നെ മൈനോറിറ്റി കൺസോളിഡേഷൻ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൻ്റെ കൺസോളിഡേഷൻ ശക്തമായിട്ട് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു. അതിന് പ്രധാന കാരണം ഡൽഹിയിലുള്ള മോദി ഗവൺമെൻറ്റിനെ ചെറുക്കാൻ ഒരുപക്ഷെ മോദി വിരുദ്ധരായിട്ടുള്ളവരും മോദി വിമർശകർക്കും ഏറെ വിശ്വസിക്കാൻ പറ്റുന്നത് UDF ആണ്, LDF അല്ല. കാരണം LDF ദേശീയ തലത്തിൽ ഒരു ശക്തിയല്ല എന്നുള്ളതാണ്. കേരളത്തിൽ ശക്തിയാണ്, പക്ഷേ ദേശീയ തലത്തിൽ ശക്തിയല്ല. അപ്പോൾ വോട്ടുകൾ സ്പ്ലിറ്റ് ആകാതിരിക്കാൻ ഏറ്റവും നല്ലത് UDFൽ വോട്ട് ചെയ്യുക എന്നുള്ള ന്യൂനപക്ഷ ക്രോഡീകരണം അത് UDFനെ ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിനുള്ള ട്രെൻഡുകൾ വേറെ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനവും മാത്രമല്ല, ഇന്നലത്തെ കൊട്ടിക്കലാശം കഴിഞ്ഞപ്പോൾ വളരെ വ്യക്തമായ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായി. പോളിംഗ് ശതമാനം കേരളത്തിൽ വർദ്ധിക്കാനാണ് സാധ്യത. അതിൻ്റെ പ്രധാന കാരണം മൂന്ന് മുന്നണികളും അവരുടെ അണികളെയും അനുഭാവികളെയും വേണ്ട രീതിയിൽ സംഘടിപ്പിച്ചു. അപ്പോൾ പോളിംഗ് ശതമാനം സ്വാഭാവികമായും വർദ്ധിക്കും. ബൈപോളർ ആയിരുന്ന കേരള പൊളിറ്റിക്സ് ട്രൈപോളർ അഥവാ മൂന്ന് മുന്നണികളുടെ കടുത്ത മത്സരം. അതിൽ തന്നെ 7-8 മണ്ഡലത്തിലെങ്കിലും ശക്തമായ ത്രികോണ മത്സരമുണ്ട്. ആ ശക്തമായ ത്രികോണ മത്സരമുള്ള മണ്ഡലങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനം തൃശ്ശൂറും തിരുവനന്തപുരവുമാണ്. ഈ തിരുവനന്തപുരത്തും തൃശ്ശൂരിലും നല്ല ത്രികോണ മത്സരമാണെങ്കിലും തിരുവനന്തപുരത്തെ പ്രത്യേകത കഴിഞ്ഞ തവണത്തെ പോലെ LDF സ്ഥാനാർത്ഥി വളരെ പിറകിലോട്ട് പോകുമോ എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയം തടയാനായി ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് കഴിഞ്ഞ തവണത്തെ പോലെ വോട്ട് മാറ്റം ചെയ്ത് തരൂരിലെത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കൊരു ത്രികോണ മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ തൃശ്ശൂരുള്ളത് നല്ല ശക്തമായ ത്രികോണ മത്സരമാണ്. 3 പേരും നല്ല വാശിക്കാണ് മത്സരിക്കുന്നത്. 3 പേർക്കും നല്ല അടിത്തറയുണ്ട്. BJP സ്ഥാനാർത്ഥി കഴിഞ്ഞ 5 കൊല്ലമായി തൃശ്ശൂരിനെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അതിനിടയ്ക്ക് 2 തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു. അതുകൊണ്ട് മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥിയുടെ ജനകീയതയും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ വളർച്ചയും. പ്രധാനമന്ത്രി തന്നെ കേരളത്തിൽ 7 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 3 പ്രാവശ്യം തൃശ്ശൂർ ലോക്സഭയിൽ തന്നെയാണ് വന്നത്. അപ്പോൾ തൃശ്ശൂർ ലോക്സഭ മോദി എത്ര പ്രാധാന്യത്തോടെ കാണുന്നു എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ പൂരത്തിൻ്റെ അവസാന ദിവസമുണ്ടായ കുഴപ്പങ്ങളും BJPക്ക് അനുകൂലമായി വരാനുള്ള സാധ്യതയുണ്ട്. മറുവശത്ത് CPI കാൻഡിഡേറ്റ് ജനകീയനാണ്, ആ നാട്ടിൽപ്പെട്ട ആളാണ്, നേരത്തെ തന്നെ അവിടെ MLA ആയിരുന്നിട്ടുണ്ട്. അതൊക്കെ ശരിയാണെങ്കിലും ഇപ്പോൾ കേരളത്തിൽ ആഞ്ഞടിക്കുന്ന ഇടതുപക്ഷ വിരുദ്ധ വികാരം അത് സുനിൽകുമാറിനെ ബാധിക്കുമെന്നാണ് തോന്നുന്നത്. പിന്നെ മറുവശത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ കാൻഡിഡേറ്റായ K മുരളീധരനുണ്ട്. അവിടെയും പ്രശ്നങ്ങളില്ലാതില്ല. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ പരിപൂർണ പിന്തുണ ഉണ്ടെങ്കിലും ക്രൈസ്തവ വിഭാഗത്തിൻ്റെ പിന്തുണ ഒരുമിച്ച് കിട്ടി എന്ന് പറയാൻ പറ്റില്ല. അതിനകത്ത് BJPക്കും വോട്ട് പോകും, സുനിൽകുമാറിന് വോട്ട് പോകും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മുസ്ലിം വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്ത് മുരളീധരന് വരുന്നത് പോലെ അത്ര ഒരു കൺസോളിഡേഷൻ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നില്ല. അത് 3ആയി ചിതറാനാണ് സാധ്യത. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ മുരളീധരൻ മുമ്പ് ഇവിടെ നിന്ന് മത്സരിച്ച് തോറ്റ ആളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് കരുണാകരനും ഇവിടെ മത്സരിച്ച് തോറ്റ ആളാണ്. കോൺഗ്രസിനെ ജയിപ്പിച്ച മണ്ഡലമാണെങ്കിലും CPIക്ക് നല്ല അടിത്തറയുള്ള മത്സരമാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ നല്ലൊരു കോമ്പറ്റീഷനാണ് തൃശ്ശൂർ കാണുന്നത്. അതിൽ ഓരോ ദിവസം കഴിയും തോറും മത്സരം കൂടുതൽ ശക്തമായി വന്നു. ആരാണ് 2ാം സ്ഥാനത്ത് 3ാമത് പോകുന്നു, ആരാണ് 1ാമത് വരുന്നു എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു മത്സരമാണ്. എന്നാലും തൃശ്ശൂർ പൂരത്തിൻ്റെ അവസാന ഘട്ടം അലങ്കോലപ്പെട്ടതിൻ്റെ തിരിച്ചടി ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ തീർച്ചയാണ്.